അപ്പോൾ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് ന്യൂസ് മലയാളത്തിലൂടെ ആശംസകൾ നേർന്ന് CBCI അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമല്ല, ക്രിസ്തുവിന്റെ ജന്മദിനമെന്നും സന്മനസ്സുള്ള സകലരുടെയും ആഘോഷമാണ് ക്രിസ്മസ് എന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ക്രിസ്മസ് പുലർകാലത്ത് നമ്മളോട് സംസാരിക്കുന്നത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്തയുമായ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ്. അദ്ദേഹം ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. പിതാവ്, ആദ്യമായി ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് മലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമേ തന്നെ ക്രിസ്തുമസ് ആശംസകൾ. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവർ ദേവാലയങ്ങളിലും എല്ലാ ജനതകളും അങ്ങനെ വിവിധ ഭാഗങ്ങളിലുമായി ക്രിസ്തുമസ് സന്തോഷം പങ്കുവെക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം തന്നെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രതീക്ഷയുടേതാണ്. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയത് ഇപ്രകാരമാണ്. ബൈബിളിൽ നാം വായിക്കുന്ന പോലെ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ സന്തോഷമാണ് ഈ ക്രിസ്മസ് രാവിൽ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ക്രിസ്മസ് എന്ന് പറയുന്ന മഹത്തരമായ ദിനം മനുഷ്യർക്ക് വേണ്ടി പിറന്ന ഒരു ദൈവപുത്രൻ്റേതായിട്ടുള്ള ഒരു ജന്മദിനം കൂടിയാണ്. പക്ഷേ അത് മതപരമായും അല്ലാതെയുമായും ലോകമെമ്പാടും വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ക്രിസ്മസ് പോലൊരു ദിവസത്തിന് എത്രമാത്രം പ്രാധാന്യം അങ്ങ് കാണുന്നുണ്ട്? നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇത് മാലാഖമാർ പാടിയ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ മതത്തിലുള്ളവർക്ക് അവരുടെ ക്രിസ്മസ് ആചാരങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് ലോകത്തിൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ സന്ദേശം നൽകിയ യേശു ക്രിസ്തു പറഞ്ഞ് ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് പറഞ്ഞ്. പിതാവ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തൃശ്ശൂരിലേക്ക്, ബൊന്നത്താലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. നമുക്കിത് ഒരുമിച്ച്, അതുകൊണ്ടാണ് ബൊന്നത്താലയുടെ ചീഫ് പേട്രൺ തൃശ്ശൂർ മേയറും തൃശ്ശൂർ ആർച്ച് ബിഷപ്പും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ, എല്ലാ മതത്തിൽപ്പെട്ടവർ, ഇനി ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരടക്കം എല്ലാവരും ഒരുമിച്ചാണ് ഈ ബൊന്നത്താലിയിൽ പങ്കെടുക്കുന്നത്. പിതാവ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരുന്നതിനൊപ്പം തന്നെ തൃശ്ശൂരിൽ മറ്റന്നാൾ നടക്കുന്ന ബോണത്താലെ ആഘോഷത്തിലേക്ക് കൂടി മലയാളികളെ മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും വലിയ സന്തോഷത്തിലാണ്. ആ ക്രിസ്മസിൻ്റെ സന്തോഷം എല്ലാവരിലും സമാധാനമുണ്ടാക്കട്ടെ എന്നുള്ളതാണ് ആൻഡ്രൂസ് താഴത്ത് നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.